ഹായ് എവരിബഡി, വെരി മോർണിംഗ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു വെൽ പ്ലാൻഡായിട്ട് ഞാൻ ഒരിക്കലും ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ അനുഭവങ്ങളിലൂടെ പോകുമ്പം ഏതാണെന്നുള്ളത് നമ്മളിങ്ങനെ കേട്ട് ചെയ്യും. ഇപ്പോഴ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു. ഈ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ടൈറ്റാണ്. ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റാണ്. ഇത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഡ്രസ്സും കൂടിയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇതിനിവിടെ ഹുക്കോ പിന്നോ ഒന്നുമില്ല. എൻ്റെ തടി കൊണ്ട് അത് ഓപ്പണായിട്ട് നിൽക്കുന്നു. അപ്പം ഞാനെന്ത് ഒരു പിന്നൊക്കെ കുത്തി വളരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട സാധനം ഇട്ടു. ഈ ടോപ്പ് ഞാൻ നിർബന്ധമായിട്ട് ഇട്ടപ്പോൾ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മ വന്നു. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു സ്ത്രീ, അവർ സ്ത്രീ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നെല്ലാം കാട്ടി എത്രയോ സ്ത്രീയാണ്. അങ്ങനെ ഒരു ഏജ്ഡ് ആയ ലേഡിയല്ല, മിഡിൽ, ഒരു 30 എബോവ് അല്ലെങ്കിൽ ഒരു 40 എബോവ്. അപ്പോൾ അവൾ കുറച്ച് തടിയും കുറച്ച് ബൾക്കി ശരീരമാണ്. അവൾ അമ്മ എങ്ങനെയാണ്, അമ്മേനെ എനിക്കറിയാം, ഫാമിലി കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ അവളൊരു വേറൊരു സെക്ഷനാണ്, ഞാൻ വേറൊരു സെക്ഷനാണ്. പക്ഷെ ഞങ്ങളൊരു വേറൊരു സ്ഥാപനത്തിലും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ ഒരു അടുത്ത ബന്ധമാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ കക്ഷിനെ ഓഫീസിൽ കാണാനില്ല, അതായത് തൊഴിൽ സ്ഥലത്ത് കാണാനില്ല. അപ്പോഴും ഞാൻ ഒന്ന് രണ്ടാളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ട്രാൻസ്ഫർ വാങ്ങിപ്പോയി എന്ന്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ട്രാൻസ്ഫർ ആയി എന്നല്ല, ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. അതും ഈ കോളേജിൻ്റെ അടുത്ത് താമസമുള്ള ആൾ വളരെ ദൂരത്തോട്ട് റൂറൽ ഏരിയയിലോട്ട് മാറിപ്പോയി. അങ്ങനെ ഞാനൊരു ദിവസം വഴിയിൽ കണ്ടു. പിന്നീട് പല ദിവസങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ദിവസം ചോദിച്ചു, ഇത്ര അടുത്ത് ഇത്രയും സൗകര്യം വെച്ചിട്ട് നീ എന്താ പോയത്? അതൊന്നുമില്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം കണ്ടപ്പോൾ ഞാനും ഒരു 5 മിനിറ്റ് നേരത്തെയായിരുന്നു, അവരും ഒരു 5 മിനിറ്റ് നേരത്തെയായിരുന്നു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ, എനിക്ക് ഇന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ വായിലറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണുപോയി. പേര് വിളിച്ചിട്ട് XOR Y ഞാനൊരു പേര് വിളിക്കാം, ശ്രീജെ, നിനക്ക് നാണുണ്ടോ അങ്ങനെ പറയാൻ? നീ ഇത്ര ഭീരുവാണോ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ സംഭവത്തിനും കുറച്ച് മുന്നേ. അന്നേരമുള്ളൂ, ഞാൻ ഭീരുവാണ്, എൻ്റെ സിറ്റുവേഷൻ അതാണ്, ഞാൻ കുറച്ച് ഭീരുവാണ്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. എനിക്കതുകൊണ്ട് തുടർന്ന് ഞാനൊരു അനീതി, ഞാനൊരു അക്രമം ഞാനത് ചൂണ്ടിക്കാണിച്ചാൽ അതിൻ്റെ ക്ലൈമാക്സ്, നമ്മളെ വിജയം കണ്ടെത്തുന്നവരെ കൂടെ ഞാൻ മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അല്ല എൻ്റെ വീട്ടിൽ. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ സത്യത്തിൽ വല്ലാണ്ടങ്ങ് തകർന്നു പോയി. ഒക്കെ ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ടൈറ്റ് ഡ്രസ്സ് ഇടും, പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ആ സബ്ജക്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞു ബൾക്കിയാണെന്ന്, കുറച്ച് ബൾക്കി ബോഡിയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഷോളൊക്കെ ഇടും, ചുരിദാറ ഇടുന്നത്, എന്തെങ്കിലും ഒക്കേഷനിൽ സാരി ഉടുക്കും. അപ്പോൾ അവിടെയുള്ളൊരു സംഘടനാ നേതാവ് ഇവളടുത്ത് ചോദിച്ചു പോലും, വളർന്ന് അങ്ങ് താടിക്ക് മുട്ടിയല്ലോ. അപ്പോൾ അവൾക്ക് അതിനൊന്നും പറയാനില്ല.
ഞാനാണെങ്കിൽ വിഷയമാവുമായിരുന്നു. ഒരിക്കലും അത് കേട്ടു നിൽക്കില്ല. ഈ സംഭവം നിൻ്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടാണോ നീ പ്രതികരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത്. വളരെ വിഷമവും സങ്കടവും തോന്നി. നമ്മളെ സമൂഹം ഇത്രമാത്രം അധപ്പതിച്ചത്. പിന്നെ അവനെല്ലാം സമൂഹത്തിൽ മാന്യനാണ്, സ്ഥാപനത്തിൽ മാന്യനാണ്, ഇവൻ എന്തൊക്കെയോ ആണ്. ഈ എന്തൊക്കെയോ ആണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പിൻബലമുള്ളവരാണ് മിക്കവാറും ഇൻസൾട്ടിങ്ങും ഈ ബോഡി ഷെയ്മിങ്ങും അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഏതെങ്കിലും ഒരു അവയവം പറഞ്ഞിട്ടൊക്കെ ഇൻസൾട്ടിങ്ങിന് വരിക, അവൻ്റെ തൻ്റെ ഇടം. അപ്പോൾ അവളിപ്പോൾ വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, ഓക്കെ, അത് മുന്നോട്ട് പോകണ്ടയോ അതല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യണം, അതൊക്കെ സാഹചര്യം. ഞാനൊന്നിപ്പോൾ ഒരു സാഹചര്യം നോക്കാതെയാണ് പലതും പ്രതികരിച്ചത്. അതിന് എനിക്ക് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. പക്ഷേ ചില കാര്യത്തിൽ നമ്മൾ സത്യത്തിൽ ഒന്നും നോക്കരുത്. അതങ്ങനെ എനിക്കങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. നമ്മളൊന്നും നോക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ലേഡി, ആൺകുട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ആൺകുട്ടിക്ക് മീശയില്ലെങ്കിൽ, അയ്യേ നിനക്ക് മീശയില്ലേ, നീ വേറെ ഏതെങ്കിലും വകുപ്പിലാണോ, എന്താടാ നിനക്ക് 26, 28, 30 ആയല്ലോ, നീ കല്യാണം കഴിച്ചില്ലേ, നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റൂലേ, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനിയിപ്പോൾ കുഞ്ഞായില്ല, എടാ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അയ്യോ, ആ വിഷയം പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ടങ്ങ് കാട് കയറും. നമ്മളൊക്കെ പരിസരത്ത് തന്നെ ഉണ്ട് ഈ ടീമൊക്കെ. അങ്ങനെ ആണുങ്ങളും ഫിസിക്കൽ ഒന്നുമില്ലെങ്കിൽ താടിയായാലും മതി. ഇതെന്താടാ ഈ ഞാറ് പിന്നെ മുളച്ച പോലെ, അതായത് അവിടെ ഞാറ് മുളച്ചതോ പുല്ല് മുളച്ചതോ അല്ല ഇവന് വേറെ എന്തോ, ഇതൊരു പേഴ്സണൽ ഒരാൾ മെൻ്റലി ഹരാസ്മെൻ്റ് അല്ലേ, സൂയിസൈഡിലേക്ക് എത്തിക്കാൻ പറ്റുന്നതല്ലേ ഇതെല്ലാം, അല്ലേ. ഒരു പെൺകുട്ടി പ്രായമാവുന്നതോ ബ്രസ്റ്റ് ഉണ്ടാവുന്നതോ തടി ഉണ്ടാവുന്നതോ കൈ ഉണ്ടാവുന്നതോ കാലുണ്ടാവുന്നതോ ഒന്നും ആരും കുറ്റമല്ല. ഒരു തൊഴിൽ സ്ഥലത്ത് മാന്യമായി ഡ്രസ്സ് ചെയ്ത് ആവുന്നത്രയൊക്കെ കവർ ചെയ്ത് വരുന്നാക്കും ഇതുപോലെ ഇൻസൾട്ടിങ് ഉണ്ട്. നേരെ മറിച്ച് ഭയങ്കര പതിവ്രതയായി പിന്നെ കോളേജ് ബസ്സിലേക്ക് ഭർത്താവ് നീ കയറൂ എന്ന് പറഞ്ഞ് കയറ്റി, അത് കഴിഞ്ഞ് ആ ഹലോ നീ മൂത്രം ഒഴിച്ചോ, നീ വെള്ളം കുടിച്ചോ, നീ ചോറ് കഴിച്ചോ, തിരിച്ച് പിന്നെ ഗണേശേട്ടാ നിങ്ങൾ എവിടെ എത്തി, വീട്ടിലെത്തിയോ, പിന്നെ കാപ്പി തനിയെ ഉണ്ടാക്കി കുടിച്ചോ, പിന്നെ ടൗണിൽ എന്നെ വെയിറ്റ് ചെയ്യുമോ ഒക്കെ ചോദിക്കുന്നവർക്ക് അതർ റിലേഷൻഷിപ്പ് ഉണ്ട്. അവരെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരൊരു ഹാഫ് ഷോ കയ്യിലിരിക്കും, ഹാഫ് ഷോ, പക്ഷെ അവർക്കൊരു അഡ്രസ്സ് ഉണ്ട്. അവർക്ക് അവരെ വീട്ടിൽ നിന്ന് കിട്ടാത്തതെല്ലാം തൊഴിലിടങ്ങളിൽ തേടിപ്പോകുന്നവരും ഉണ്ട്. പക്ഷെ അവരൊന്നും നേരെ പച്ചക്ക് കണ്ടാലും ചിലർ അനങ്ങുന്നില്ല. മാന്യമായി ഡ്രസ്സും ധരിച്ച് മിണ്ടാതെ പോന്ന സൈലൻ്റായ ലേഡീസിൻ്റെ അടുത്ത് കയറാൻ കുറച്ചും കൂടി ഉണർവ് കൂടുതലാണ്. പിന്നെ നമ്മൾ എന്തായാലും ഈ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി നോട്ടും കുത്തുവാക്കും ഒരുതരാക്കിയ വർത്തമാനവും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരു സ്ത്രീൻ്റെ ബോഡീനെ കുറിച്ചിട്ട് നേരിട്ട് പറഞ്ഞിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്നു. എന്തെല്ലാം ഉപാധികളുണ്ട് ഇവനൊക്കെ. ഈ നിയമം ശക്തമാണെങ്കിൽ അവനങ്ങനെ പറയൂ? ഒരിക്കലും പറയില്ല. പിന്നെ വേറെ ഇനി ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ ഒരു 10, 11, 12 വയസ്സാവുന്നതിന് മുന്നേ നമുക്ക് ബോഡി ചേഞ്ചസ് വരും, മെയിൽ ഓർ ഫീമെയിൽ.
സ്ത്രീകൾക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് മുടി വളരുന്ന പോലെ ആണുങ്ങൾ അങ്ങനെ മുടി വളർത്തുന്നില്ലല്ലോ. പെൺകുട്ടികൾ ചെറുതാകുമ്പോൾ മുടി വളർത്താനും പിന്നിടാനും അതാട്ടി നടക്കാനും കമ്മലിടാനും പൊട്ട് വെക്കാനും ഒക്കെ കാണിക്കുന്ന ആ ഒരു താല്പര്യം പോലെ തന്നെ അവർക്ക് അവരുടേതായ ബോഡി ചേഞ്ചസും ഉണ്ട്. ആ ചേഞ്ചസൊക്കെ കളിയാക്കി ഓടല്ലേ, കുലുങ്ങെന്നും, പതുക്കെ നടക്ക്, അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്, ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്, ഇങ്ങനെയിട്, ഇങ്ങനെയിട്, ഇതെല്ലാം പറഞ്ഞ് ഒരു മനുഷ്യന് എത്രത്തോളം കോൺഫിഡൻസ് കളയാം, അതായിരിക്കും ചില ആൾക്കാരുടെ ലക്ഷ്യം. എസ്പെഷ്യലി നമ്മളെല്ലാം ചെറുതാകുമ്പോൾ ഒരു 85-90 ഇടയിൽ വല്ലാണ്ട് ലേഡീസും ജെൻസും എന്നോട്, ഞാൻ 10ാം ക്ലാസ്സിലുണ്ടാകുമ്പോൾ ഞാനങ്ങനെ കാര്യമായിട്ട് വായിക്കും പഠിക്കൊന്നുമില്ല. ഞാനിങ്ങനെ അലസതയാണ്, ഇങ്ങനെ ഗൗരവമില്ല. അപ്പോൾ ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തലയും മൊലിയെല്ലാം വന്നിട്ട് പിന്നെയും തോറ്റിരിക്കേണ്ടി വരുന്നു. പണ്ട് തോൽപ്പിക്കും, മസ്റ്റായിട്ട് തോൽപ്പിക്കുന്നല്ല, തോക്കും. പഠിച്ചില്ലെങ്കിൽ നമ്മൾ തോക്കും. നമ്മൾ റിസൾട്ട് നോക്കാൻ പോവും, തോക്കും എന്ന് വെച്ച് പേടിച്ച് പഠിക്കൂല. തോറ്റാലും വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ഇൻസൾട്ടിങ് നാണക്കേടെല്ലാം ഉണ്ടാവും. ഹാർട്ട് ബീറ്റിങ്ങേ ഉണ്ടാവില്ല. പോയിട്ട് ജയിച്ചവരെ പേരുണ്ടാവും, തോറ്റവരെ പേരുണ്ടാവില്ല ബ്ലാക്ക് ബോർഡിൽ. അപ്പോൾ വെക്കേഷനിൽ ഒരു ഡേറ്റ് ആയിരിക്കും അത്. അതിൻ്റെ തലേന്നേ ആളിക്കത്തും. പഠിച്ചിട്ടൊന്നായിരിക്കില്ല, 2 പാസ്സായാലും ജയിച്ചോ എന്ന് പറഞ്ഞ് തുള്ളി വരും. വേറെ കാര്യമൊന്നുമില്ല. എൻ്റെ ക്ലാസ്സിൽ ടീച്ചേഴ്സിൻ്റെ മക്കളെയും ഫസ്റ്റ് ബെഞ്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ മക്കൾ നല്ല കൈയക്ഷരമുള്ളവർ, കേട്ടെഴുത്തിൽ 10 കിട്ടിയവരൊക്കെ മുന്നിലിരുത്തും. നമ്മളൊക്കെ ബാക്കിലായിരുന്നു. പക്ഷേ നമ്മളെ കൂടെ അന്ന് മുന്നിലിരുന്നവരെല്ലാം ലൈഫിൽ ബാക്കിലും, ഞാൻ എൻ്റെ ലൈഫിൽ മുന്നിലാണെന്ന്, വളരെ മുന്നിലാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വയം അഭിമാനിക്കുന്നതല്ല, ഞാൻ മുന്നിൽ തന്നെ. അപ്പം നമ്മൾ ആ സ്കൂളിലെ ചെറിയ പ്രശ്നത്തിനോ ഒരു തോൽവിക്കൊന്നും ഇപ്പം നിങ്ങളാരും വറീഡാവരുത്. നമ്മളതൊക്കെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്ത് വന്നവരാണ്. ഒരു 80, 90, 95 ഇടയിലുള്ള കിഡ്സ്. അപ്പോൾ ഇപ്പോഴും നിങ്ങളാരും അങ്ങനെ വേവലാതിയാവരുത്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ശരീരം വളരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തടിച്ചു പോകുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബ്രസ്റ്റ് ഉള്ളതിനോ അതിലൊക്കെ നമ്മൾ സന്തോഷിക്കണം. എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ, അല്ലേ? പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് പലതും പറ്റും. നിങ്ങൾക്ക് കുറച്ച് വയറോ ബ്രസ്റ്റോ കുറച്ച് ചന്തിയോ അല്ല നമുക്കൊരു ബോഡിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വറീഡാവേണ്ട. പോട്ടെ, നിങ്ങൾക്ക് ഒന്നുമില്ല, മെലിഞ്ഞിട്ടാണ്, അതിലും നിങ്ങൾ വറീഡാവേണ്ട. എല്ലാറ്റിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. ബ്യൂട്ടി പാമ്പിൻ്റെ കുഞ്ഞിനും ക്യൂട്ട്നെസ് ഉണ്ട്. അത് വലുതായിട്ടാണ് ആരാവുന്നത്, കൊത്തുന്നത്. അതേപോലെ കുഞ്ഞുങ്ങളായ നിങ്ങൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ എന്നെപ്പോലെ അല്ലെങ്കിൽ ആ ചോദ്യം നേരിട്ട ലേഡീനെ പോലെ അതിനെല്ലാറ്റിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. നമ്മൾ 105 വയസ്സുള്ള അമ്മൂമ്മേൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പം അമ്മൂമ്മേൻ്റെ ബ്രസ്റ്റോ അമ്മൂമ്മേൻ്റെ വയറോ ഒന്നും അല്ല ആരും നോക്കുന്നത്. അമ്മൂമ്മേൻ്റെ ചിരി, അമ്മൂമ്മേൻ്റെ ചുണ്ട്, അമ്മൂമ്മേൻ്റെ മെമ്മറി പവർ. അപ്പം അതിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലേ? നമുക്ക് ഏത് ലൈഫിലും, അത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 50 വയസ്സായാൽ 55 ആൾ ശ്രദ്ധിക്കും, 105 വയസ്സുള്ള ആൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നു. സെക്സ് മാത്രമല്ല ശ്രദ്ധേൻ്റെ ഒരു ഭാഗം, ശരീരം മാത്രമല്ല ശ്രദ്ധേൻ്റെ ഭാഗം. ഒരു പേഴ്സണാലിറ്റി, ഒരു ചിരി, ഒരു ഹായ്, ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷമുള്ളത് തന്നെയാണ്. ഇപ്പം എൻ്റെ സൗന്ദര്യം ചിലപ്പോൾ എൻ്റെ സംസാരത്തിലൂടെ കുറച്ചും കൂടി എക്സ്പ്രസീവ് ആവാം, അല്ലെങ്കിൽ ഞാൻ ഒരാളോട് ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു ഹായ് പറയുമ്പോൾ, അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ചിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തിരിച്ച് ചിരിക്കുമ്പോൾ അതിലൊക്കെ നമുക്കൊരു ഭംഗി കൂടും. നേരെ മറിച്ച് നല്ല ഭംഗിയിലൊരാൾ ഇങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അത്ര ഭംഗിയായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. ഒരു മിഡിലായിട്ട് ഭംഗിയുള്ളവർ
നമ്മളോട് കുറച്ചും കൂടി നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു സൗന്ദര്യമുള്ളതായിട്ട് നമുക്ക് തോന്നും. പിന്നെ എല്ലാറ്റിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ടല്ലേ. ബ്ലാക്ക് ബ്യൂട്ടി, മീഡിയം ബ്യൂട്ടി, വൈറ്റ് ബ്യൂട്ടി. വൈറ്റായിട്ട് ഒരു ബ്യൂട്ടി ഇല്ലാത്ത ആളുണ്ട് അല്ലേ, അതിലൊരു ബ്യൂട്ടി ഉണ്ടാവും. ആ പ്യുവർ വൈറ്റിൽ ബ്യൂട്ടി കണ്ടെത്തുന്നില്ലെങ്കിലും അതിനൊരു ഭംഗിയുണ്ടാവും. അത് ചില ആൾ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യും അല്ലേ. ചിലപ്പോൾ അവർ നമ്മളോട് ഒരു തലയാട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കിപ്പോവും അല്ലേ. ഭയങ്കര സൗന്ദര്യമുള്ള ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഇച്ഛൻ്റെ എവരിത്തിങ് ഇൻക്ലൂഡിങ് സ്വഭാവം, ചിരി, ഡ്രസ്സിങ്, എപ്പോഴും നമുക്ക് സമൂഹത്തിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, സംസാരം, ഇച്ഛൻ്റെ എവരിത്തിങ് ആണ് ഭംഗി. രൂപത്തിൽ മാത്രം ഭംഗിയല്ല. അതുകൊണ്ടൊരു സ്ത്രീ ശരീരത്തിൻ്റെ ബ്രസ്റ്റ് കാണുമ്പോഴും വയറ് കാണുമ്പോഴും ചന്തി കാണുമ്പോഴും നിങ്ങൾ ഓടിക്കൂടുന്നത് കൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഒരു ഇന്നറും പ്രായവും ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 30,000 3 ലക്ഷം വ്യൂസ് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് 1,000 ആളെ എന്നെ കാണും. ഞാൻ പറയുന്നത് കേൾക്കുന്നത് മാത്രം. ശരീരം കാണാനാകുമ്പോൾ ഒരുപാട് ആളുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് അവരവരുടെ തൊഴിലില്ലായ്മയോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആരെയും ദ്രോഹിക്കാതെ ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലുള്ളവരോ ഒന്നും ശരീരം കണ്ടിട്ട് കയറി പിടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വരെ വെച്ച് മുട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാൻ മാത്രം അധപ്പതിക്കരുത് കേട്ടല്ലോ. അത് സെക്സിന് മാത്രമുള്ള ഒരു അവയവമല്ല. അങ്ങനെ നാറിയ നിങ്ങൾ വിചാരിക്കരുത്. സർക്കാർ ജീവനക്കാരെ കല്യാണം കഴിക്കണം, സർക്കാർ ജീവനക്കാരെന്തോ ഭയങ്കര സംഭവമാണെന്ന് ധരിക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് തന്നെ ഇതെനിക്ക് പറയാനുള്ളത്. സർക്കാർ ജീവനക്കാരാണ് ഈ ലോകത്ത് ഏറ്റവും മാന്യന്മാർ, അല്ലെങ്കിൽ അവരാണ് ഭയങ്കരമായിട്ട് ഏൺ ചെയ്യുന്നവർ, അവരാണ് നല്ല ഫാമിലി ബന്ധം കൊണ്ടുവന്നവർ എന്നൊന്നും നിങ്ങൾ ധരിക്കരുത്. ഏത് ജോലി ചെയ്യുന്നതിലും നല്ല ആൾക്കാരുണ്ട്. സ്വന്തം ജോലി ചെയ്യുന്ന സ്ത്രീയോട് മുഖത്ത് നോക്കിയിട്ട് വളർന്ന് ഇവിടെ എത്തിയെന്ന് പറയാൻ മാത്രം കൾച്ചറില്ല. സർക്കാർ ഉദ്യോഗസ്ഥനെ കാട്ടി നല്ലത് നിങ്ങൾക്ക് പറമ്പിൽ തെങ്ങിന് പണിയെടുക്കുന്ന നല്ല ചെറുപ്പക്കാരനല്ലേ. അന്നേരം ചോദിക്കും അവൻ ചോദിക്കുന്നില്ലേന്ന്. അവനും ഉണ്ടാവും ഒരു സംസ്കാരം. അല്ലാണ്ട് സർക്കാർ ജീവനക്കാർക്ക് മാത്രമോ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമൊന്നുമല്ല സംസ്കാരം. ഇനി അല്ല, ആ ലേഡി രഹസ്യമായിട്ട് അയാളോടൊന്ന് തട്ടാനോ മുട്ടാനോ പോയതാണെങ്കിൽ അവർ തമ്മിൽ തീർത്തോട്ടെ. പക്ഷെ അവർ സൈലൻ്റായിട്ട് ട്രാൻസ്ഫറൊക്കെ വാങ്ങിപ്പോണെങ്കിൽ എത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. വീട്ടിൽ പറയാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുന്നില്ല, ഞാനൊരിക്കലും വീഡിയോയിൽ പറയുന്നവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഫീലിങ്സും അവരെ ഒരു പുണ്ണിച്ച അതേപോലെയുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ പ്രേമിച്ചു, നമ്മൾ ആക്സിഡൻറ്റ് ഒരു പ്രതീക്ഷിക്കാതെ നമ്മൾ അവരെവിടെയെങ്കിലും വെച്ച് കണ്ടു. ഇപ്പം എല്ലാം ഗ്രൂപ്പിൻ്റെ സീസണാണ്. നമ്മൾ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളോട് അവർക്ക് സംസാരിക്കാനൊക്കെ ഭയമായിരിക്കും. ഇന്നത്തെ ഭാര്യ അറിയോ, രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യാൻ വരുമോ എന്നൊക്കെ ഭയക്കുന്ന കുറേ പുരുഷന്മാരുണ്ട്. നിങ്ങളെയൊക്കെ മടുത്ത് കഴിഞ്ഞാൽ മടുത്ത തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്നും അങ്ങനെയൊന്നും ധരിക്കരുത്. എല്ലാ സ്ത്രീകളും ഈ ഏതോ കാലത്തിൽ എപ്പോഴോ തോന്നിയ ഒരു പൊട്ട ബുദ്ധിക്ക് പിന്നെയും ഒരു പുരുഷനെ തേടിപ്പോകുന്നവരൊന്നും ആയിരിക്കില്ല. അവരും നിങ്ങളെപ്പോലെ മനസ്സും ശരീരമെല്ലാം മാറിയിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടോ? എപ്പോഴെങ്കിലും നമ്മളൊരു ബുദ്ധിമോശത്തിനോ ബുദ്ധിക്കോ പക്ഷേ സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരാളുടെ കൂടെ ജീവിച്ച് നമ്മൾ കുടുംബമൊക്കെയായി ജീവിക്കുന്നത്. ഇനിയിപ്പോൾ കുടുംബജീവിതം നമുക്ക് പരാജയപ്പെട്ടാലും നമ്മൾ 20 വർഷം മുന്നേ നിങ്ങൾ ഗ്രൂപ്പ് കയറി വരുമ്പം നിങ്ങളെ പുറകെ വരാനോ അല്ലെങ്കിൽ ആ പഴയ കാര്യങ്ങൾ അയവിറക്കാനോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് എല്ലാ സ്ത്രീകളും വരുന്നവരുണ്ടാവാം. എല്ലാ സ്ത്രീകളും അങ്ങനെ വരുന്നൊരു ധാരണയുണ്ടോ? അതൊക്കെ വെറുതെ. ഈ ലേഡീസിന് നിങ്ങളെക്കാട്ടിയും അഭിമാനവും അപമാനിച്ചവരെ മറക്കാതിരിക്കാനുള്ള ബോധവും ഫീലിങ്സും ഈച്ച് ആൻഡ് എവരിത്തിങ് ലേഡീസിനും ഉണ്ട്.
പിന്നെ ഒരു പെൺകുട്ടിയും ഞാൻ പെൺകുട്ടി ആവണം, ഇന്ന പാരൻസിന് ജനിക്കണം എന്ന് വെച്ച് ജനിക്കുന്നതല്ല. അല്ലെങ്കിൽ എനിക്ക് ഇത്ര സൈസ് ബ്രസ്റ്റ് ആവണം എന്ന് വെച്ചിട്ട് ജനിക്കുന്നതല്ല. എനിക്ക് ഇത്ര വയറ് വേണം, എനിക്ക് ഇത്ര തലമുടി വേണം, ഇതൊന്നും നമ്മൾ വിചാരിച്ച് കിട്ടുന്നതല്ല. സാധാരണക്കാര കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ മേലെയൊന്നും ഒരു തരത്തിലും ഒരു നോട്ടം കൊണ്ടോ ഒരു കമൻ്റ് കൊണ്ടോ ഒരു തരത്തിലും ശല്യം ചെയ്യുന്നത് നിങ്ങളെ മാന്യതയാണ്, നിങ്ങളെ തറവാടിത്തരാണ്, നിങ്ങളെ ഒരു ഭയങ്കര കഴിവാണ്, നിങ്ങൾ പുരുഷനാണെന്ന് തെളിയിക്കുന്നത് സ്ത്രീൻ്റെ അവയവം വർണ്ണിച്ചിട്ടാണെന്നൊക്കെ ധരിക്കുന്നവരുണ്ട്. അതാണ് അതിൻ്റെ കറക്റ്റ്. മറ്റൊരു സ്ത്രീൻ്റെ അവയവം വർണ്ണിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഭർത്താവില്ലെങ്കിൽ നീ എങ്ങനെ ജീവിക്കുന്നു, നിൻ്റെ ആവശ്യങ്ങൾ നീ എങ്ങനെ നിറവേറ്റുന്നു, ഞാൻ ഹെൽപ്പ് ചെയ്യണോ, ഇതൊന്നും ചോദിച്ചിട്ടൊന്നുമല്ല ഒരാളെ പൗരുഷം തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീനെ പിറകുന്ന് വന്ന് കയറി പിടിച്ചിട്ടോ അല്ലെങ്കിൽ കാണോ വരുമോ എന്ന് ചോദിച്ചിട്ടല്ല നിങ്ങളെ പൗരുഷം തീരുമാനിക്കേണ്ടത്. ചിലപ്പോൾ ഒരു സ്ത്രീ കല്യാണം കഴിച്ച ആളും മദ്യപിക്കുന്ന ആളായിരിക്കും, അവർക്കൊരു നല്ല ഫാമിലി ലൈഫ് ആവില്ല എന്ന് വെച്ച് അവരോട് മിണ്ടാൻ നിങ്ങൾ എന്തിനു ഭയക്കുന്നു, അവരോട് വേറൊരു കാര്യത്തിന് നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്, അവരെ പേഴ്സണൽ മാറ്ററിലേക്ക് നിങ്ങൾ കടക്കാതിരുന്നാൽ പോരെ. അവരെന്തിനാണ് നിങ്ങൾ മാറ്റി നിർത്തുന്നത്? അവർ നിങ്ങളൊക്കെ പുറകെ വരാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്നതാണെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടോ? ഒരിക്കലുമല്ല. അതൊരു ധാരണ മാത്രമാണ്. എല്ലാവരും എംപ്ലോയ്മെൻറ്റ് വേക്കൻസിയിൽ പോകണമെന്നില്ല. PSC തന്നെ ട്രൈ ചെയ്തവരും അത് വാങ്ങിയവരുമുണ്ട്. ടെമ്പററിക്കായിട്ട് വരുന്നവരെ നിങ്ങൾ തേടി പിടിച്ചെടുക്കണം. എല്ലാ സ്ത്രീകളും ടെമ്പററിക്ക് വരുന്നവരാണ് എന്ന് വിചാരിക്കരുത്. പെർമനൻ്റ് പോസ്റ്റിൽ അവരവരെ സേഫ്റ്റി കണ്ടെത്തുന്നുണ്ടാവും, ആ ചെയർ അവർ പിടിച്ചു നിൽക്കുന്നുണ്ടാവും എന്ന് വെച്ച് നിങ്ങളെ പുറകെ വന്നിട്ട് അവരെ ആഗ്രഹങ്ങൾ തീർക്കുന്നോ അല്ലെങ്കിൽ അവരോട് മിണ്ടിയാലോ അവരോട് ചിരിച്ചാലോ പുറകെ വരുന്നൊരു ധാരണയുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിൻ്റെ ബ്രസ്റ്റ് കുറേ വലുതാണ്, നിന്നെ കാണാൻ ഭംഗിയുണ്ട്, നിനക്ക് നല്ല ബോഡി ഷേപ്പാണ്, ഇത് പറഞ്ഞാൽ കൂടെ വരും കിട്ടുന്ന നിങ്ങൾക്കൊരു ധാരണയുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ ആണത്വം തെളിയിക്കാമെന്ന് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഭാര്യ അറിയാതെ മറ്റൊരു സ്ത്രീയോട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വീട്ടിൽ അടികൂടിയിട്ട് നിങ്ങൾ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? അല്ലെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ് കയറ്റി വിട്ട ഭർത്താവിനെ വിളിച്ചിട്ട് വെള്ളം കുടിച്ചോ തിരിച്ച് ഇങ്ങോട്ട് കുടിച്ചോ എന്ന് ചോദിച്ചാൽ അത് ഫാമിലി ലൈഫാണ്. മറ്റുള്ള സ്റ്റാഫിൻ്റെ മുന്നിൽ നിന്ന് ഗണേശ് ചേട്ടാ നിങ്ങൾ വെള്ളം കുടിച്ചോ എന്ന് ചോദിച്ചിട്ട് പിന്നെ തൊഴിൽ സ്ഥലത്ത് മറ്റൊരുത്തൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നത് ഭയങ്കര റിലേഷൻഷിപ്പാണെന്ന് നമ്മളെ ധരിപ്പിച്ച നമ്മളതങ്ങ് വിഴുങ്ങുന്ന ധാരണയുണ്ടോ? അല്ലെങ്കിൽ ഭാര്യേനെ വെച്ചിട്ട് ഭർത്താവില്ലാത്ത സ്ത്രീയുടെ കൂടെ പലതും ചെയ്യുമ്പോൾ എനിക്ക് ഭാര്യ ഉള്ളത് കൊണ്ട് എന്നെ ആരും ഒന്നും മറ്റേ പൂച്ച പാൽ കുടിക്കുന്ന പോലെ അങ്ങനെ ഒരു ധാരണയുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പല പല ലോഡ്ജുകളും അലൗഡായ സ്ഥലങ്ങളും ഉണ്ട്. ഇതൊക്കെ തൊഴിലിടങ്ങളിൽ ചെയ്യുന്നവർ, ഒന്നിനും ഇല്ലാത്തവരത് പോയി വർണ്ണിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ ധരിക്കേണ്ടത് എല്ലാവരും അരിയാഹാരം കഴിക്കുന്നത് ആർക്കും ഇങ്ങനെയുള്ളവരോട് ഒരാൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് തോന്നുന്നതായിരിക്കും, എല്ലാവർക്കും തോന്നുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എനിക്കിഷ്ടമുള്ളത് ആ ഒരാളാണെങ്കിൽ ബാക്കി എല്ലാവരും അയാളോടുള്ള ഇഷ്ടം ഞങ്ങളോടും ഉണ്ടാവുമെന്ന് ധരിച്ചിട്ട് ബടക്കാക്കി തെനിക്കാക്കാൻ നോക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിരിച്ച് സോഷ്യലായി പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ വരുന്നതാണെന്ന് ധരിക്കുന്നവരുണ്ട്. നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ഭംഗിയായി ഒരുങ്ങി നടന്നാൽ അയ്യോ അവൾക്ക് ഭർത്താവുമില്ല ഒന്നുമില്ല, ഒരുങ്ങി നാലാളെ കാണിക്കാനാണ്, അങ്ങനെ ധരിക്കുന്നവരും ഉണ്ട്. പിന്നെ ഭർത്താവില്ലാത്ത സ്ത്രീകൾ എങ്ങനെ ആഗ്രഹങ്ങൾ തീർക്കുന്നു, ഇതെല്ലാം ആലോചിച്ചിട്ട് തലപ്പുണ്ണാക്കുന്നതല്ല പുരുഷന്മാരൊരു കാര്യം ആലോചിക്കണം. നിങ്ങൾ ഒരു തരത്തിൽ അവയവം വർണ്ണിച്ചതിനെ കൊണ്ടോ സാഹചര്യം കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നതൊന്നും അല്ല പുരുഷൻ. നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോകുമ്പോഴും ചിലപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് അയ്യോ ഒന്നും മിണ്ടായിരുന്നു, ഒന്നും സംസാരിക്കായിരുന്നു എന്ന് തോന്നും. നേരെ മറിച്ച് അയ്യോ ശ്രീലതേനെ കാണാൻ എന്തൊരു ഭംഗി, പണ്ട് മുരിങ്ങാക്കോല് പോലെ ഇരുന്നവൾ, അയ്യോ എന്തൊരു തടിയും വേണോ, അങ്ങനെയൊക്കെ പറയുന്നവരോട് പുച്ഛാണ്. എൻ്റെ കൺസെപ്റ്റ് വേറെ ആയിരിക്കും, എൻ്റെ ഉള്ളിൽ വേറൊരാൾ ഉണ്ടാവാം.
കൂടെ കിടക്കുന്നതിനെക്കാട്ടിയും നല്ലത് അയാൾ ആലോചിച്ചിരിക്കുന്നതും അയാളോട് ഞാൻ സംസാരിച്ച ഓർമ്മകളും, അല്ലെങ്കിൽ ഞാൻ അയാളോട് ഏതെങ്കിലും തരത്തിൽ കൂടെ ജോലി ചെയ്ത നല്ല മെമ്മറീസൊക്കെ തന്നെ മതി നമുക്ക് മുന്നോട്ട് പോകാൻ. ആ ആളെ കൂടെ പോയി കിടക്കണമെന്നോ നിങ്ങൾ ബോഡി ഷെയ്മിങ്ങിന് വരുമ്പം നിന്ന് തരാനോ കരയാനോ അല്ലെങ്കിൽ അതിൽ വറീഡാവാനോ എല്ലാ സ്ത്രീകളും നിൽക്കൂല. നാണം കെടുത്തുമ്പോൾ ഉപദ്രവിക്കുമ്പോൾ നിങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഒരു സ്ത്രീൻ്റെയും സെക്സും സ്നേഹവും റെസ്പെക്റ്റും ഒന്നും അവയവം വർണ്ണിച്ച് നേടാനുള്ളതൊന്നും അല്ല. അത് തൊഴിൽ സ്ഥലമായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അയൽവാസികളായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ട്രെയിനായിക്കോട്ടെ, പ്ലെയിൻ ആയിക്കോട്ടെ, മന്ത്രിമന്ദിരങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയക്കാരെ ഓഫീസായിക്കോട്ടെ, റോഡായിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് ആയിക്കോട്ടെ, മനസ്സിലായോ? ഏത് ഉന്നതങ്ങളിലും ആയിക്കോട്ടെ, പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, മന്ത്രി ഓഫീസുകളായിക്കോട്ടെ, നേതാവിൻ്റെ വീടായിക്കോട്ടെ, നിങ്ങൾ കാണാൻ വരുന്നത് അതിനല്ല. കാണാൻ വരുന്നത് ആ നിലയിലാണെന്ന് പറഞ്ഞൊപ്പിച്ചവരോട് മാത്രം അങ്ങനെ പെരുമാറാം. അല്ലാത്തവരെ നിങ്ങൾ എന്തെങ്കിലും വലുതാന്ന് ചെറുതാന്ന് കുറേ അങ്ങ് വളർന്നു പോയി മുട്ടിപ്പോയി എന്നൊന്നും പറഞ്ഞ് പരാജയപ്പെടുത്തിയാൽ ട്രാൻസ്ഫർ വാങ്ങിപ്പോകുന്നത് ചിലർ സാഹചര്യം കൊണ്ടായിരിക്കും. എല്ലാവരും ട്രാൻസ്ഫർ വാങ്ങിയിട്ട് ജീവിതത്തിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും പരിസരത്തു നിന്നൊന്നും അങ്ങനെ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് എല്ലാവരും പോകുന്നില്ലത് നിങ്ങൾ ധരിക്കാൻ പാടില്ല. തിരിച്ച് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറും സസ്പെൻഷനും ചിലപ്പോൾ നിങ്ങളെ പണി പോലും ഇല്ലാണ്ടാവുന്ന ആ തരത്തിൽ പ്രതികരിക്കുന്ന സ്ത്രീകളൊക്കെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ സ്ത്രീൻ്റെ അവയവങ്ങൾ വർണ്ണിച്ച് നേടാന്നൊക്കെ നിങ്ങൾ ധരിക്കുന്നത് വെറുതെയാണ്. അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീ എങ്ങനെ ആഗ്രഹങ്ങൾ തീർക്കുന്നതെന്ന് ചിന്തിച്ച് തല പുകയുന്നത് വെറുതെയാണ്. അത് നിങ്ങൾ വെറുതെ ധരിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ അവരെ കാര്യം ചെയ്യാൻ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നില്ല എല്ലാ പ്രാപ്തിയും അവരെ ജീവിത സാഹചര്യം അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് ലോകത്തിലെ എല്ലാ സ്ത്രീകളെക്കാട്ടിയും ശക്തമായ പഠിത്തമായിരിക്കും. അത് ഡോക്ടറേറ്റും PhDയും ഡബിൾ PhD ഒക്കെ കഴിഞ്ഞിട്ടില്ലേ, വളരെ പ്രാക്ടിക്കലായിട്ടും വളരെ പ്രാക്ടിക്കലായിട്ടും തിയറിയിലും അല്ലാതെയും എല്ലാ തരത്തിലും ഭയങ്കര ക്വാളിഫൈഡ് ആയിരിക്കും അങ്ങനെയുള്ള ലേഡീസ്. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പോയി വളർച്ചയും അല്ലെങ്കിൽ അവരെ തളർച്ചയും ആഗ്രഹങ്ങളൊന്നും പോയി ചോദിക്കാൻ ഇങ്ങനെ മുട്ട നിൽക്കരുത്, പണി കിട്ടും, അത്രേ പറയാനുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഇതുപോലൊക്കെ അനുഭവങ്ങൾ കേട്ടതോ പറഞ്ഞതോ അറിഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും സമീപിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ആരും അറിയൊന്നുമില്ല. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സമാധാനമാവട്ടെ ജീവിതത്തിൽ. പ്രതികരിക്കണം, പക്ഷേ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ പ്രതികരിക്കണം. ഇഷ്ടമാണോ അതുപോലെ.